ദയവായി ഞാൻ മുൻ കേരള ക്യാപ്റ്റൻ വി എ ജഗദീഷിലേക്കും കൂടി പോവുകയാണ്. ജഗദീഷ്, ഇപ്പോൾ ശ്രീ അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റിയിൽ പാകിസ്ഥാൻ നമ്മളിന്ന് കണ്ടില്ല. ആകെ ഒരു ചെറിയ ചെറുത്തുനിൽപ്പായിട്ടെങ്കിലും തോന്നിയത് മൂന്നാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അത് 41 റൺസിന് ആദ്യ വിക്കറ്റ് പോകുന്നു, രണ്ടാം വിക്കറ്റ് വേഗം പോകുന്നു, പിന്നെ ഉണ്ടാകുന്ന ഒരു പാർട്ട്ണർഷിപ്പ്. അത് മാത്രമാണ് പാകിസ്ഥാന് കുറച്ചെങ്കിലും ഒരു അപ്പർ ഹാൻഡ് നേടാൻ സാധിച്ചതെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ ഒന്നും ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മത്സരത്തിലെ വേദിയിലെ ഒരു തരത്തിലുമുള്ള ത്രസിപ്പിക്കുന്ന ഒരു ത്രില്ലർ എഡ്ജ് ഓഫ് ദ മൊമെന്റ് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇന്ത്യ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിറങ്ങി, പാകിസ്ഥാൻ അത്ര പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു എന്നൊരു തോന്നൽ ഒരുപക്ഷെ കളി കണ്ടപ്പം തോന്നിയതാണ്. കാരണം ബാറ്റിംഗ് തന്നെ നോക്കിക്കഴിഞ്ഞാല് നമ്മള് കളി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണ് ബാബർ അസം തുടക്കം ഇറങ്ങണോ അതോ നമ്പർ 3 ഇറങ്ങണോ എന്നൊക്കെ. അപ്പോൾ കൂടെയുള്ള ഒരു ഓപ്പണർ കുറച്ചും കൂടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിച്ചു കഴിഞ്ഞാൽ ബാബർ അസം തനതായ ശൈലിയിൽ കളിക്കാൻ പറ്റും. പക്ഷേ ബാബർ അസം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ കൂടെയുള്ള ആൾക്കാർ അത്ര റെസ്പോണ്ട് ചെയ്തില്ല. എടുത്തു പറയേണ്ടത് റിസ്വാൻ വന്നപ്പോഴത്തേന് ഇന്ത്യ ബോൾ ചെയ്ത രീതിയാണ് ഒരുപക്ഷെ ഈ സ്കോറിലേക്ക് അവരെ എത്തിച്ചത്. അല്ലെങ്കിൽ റിസ്വാന്റെ കളി നമുക്കറിയാം, അത്യാവശ്യം കുറച്ച് പോസിറ്റീവ് ഇൻറ്റൻറ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തെ ഒരിക്കലും ഒരു വിട്ടു കൊടുക്കാതെ സ്റ്റംപ്സ് ടു സ്റ്റംപ്സ് ലൈനിലേക്ക് പന്തെറിഞ്ഞ വ്യക്തമായ പ്ലാനോടുകൂടി ഇന്ത്യ ഇന്ന് ഇറങ്ങിയെന്ന് തന്നെയാണ് പറയാൻ. കാരണം ഒത്തിരി പന്തുകൾ കളിച്ചു റിസ്വാൻ. കാരണം റൺ റേറ്റ് ഒക്കെ തുടക്കം ഒരു 4-5 ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് താഴേക്ക് വരാനുള്ള കാരണം ഇന്ത്യ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് ഇന്ന് ഇറങ്ങി എന്നുള്ളത് തന്നെയാണ്. അല്ല, അതോടൊപ്പം തന്നെ ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വിരാട് കോഹ്ലി, നമുക്ക് ആ പ്ലെയറിനെ പറ്റി ഒന്ന് സംസാരിക്കണമല്ലോ. കാരണം നമ്മൾ തന്നെ സംസാരിച്ചിരുന്ന ഒരു കാര്യം, പുള്ളി ഫോം ഔട്ടാണ്, ഇംഗ്ലണ്ടിനെതിരായ 3ാം ഏകദിനത്തിൽ മാത്രമാണ്. പക്ഷേ പാകിസ്ഥാൻ വരുമ്പോൾ എന്തോ വിരാട് കോഹ്ലിക്ക് ഒരു അഡ്രിനാലിൻ റഷ് അങ്ങ് കിട്ടുമെന്നുള്ളത് നമുക്ക് മുന്നേ അറിയാമെന്നുള്ളതാണ്. പാകിസ്ഥാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന കോഹ്ലിയുടെ ഒരു അഗ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനെ പപ്പടമാക്കുക എന്നുള്ള കോഹ്ലിയുടെ ഒരു മന്ത്ര, അത് ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു വലിയ ഹോപ്പ് അല്ലേ ഇത് കിട്ടുന്നത്. സെമിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴേക്കും വിരാട് കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് വരുന്നതായി ഒരു വലിയ സൂചന നൽകുമ്പോൾ ബാറ്റിംഗ് ഓർഡർ ഏകദേശം എല്ലാവരും ഒരൊറ്റ യൂണിറ്റിയായി നമുക്ക് അത്രയും ഡെപ്ത് ഉള്ളത് പോലൊരു ഫീലിംഗ് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചുള്ള ഒരു 100 നമ്മൾ കാണാൻ കുറച്ചുനാൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും ഫോം ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണ് ആദ്യം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് 100കളാണ്, അല്ലാതെ 20, 30, 50, 60. താങ്കൾ ഉച്ചയ്ക്ക് ഉള്ള ചർച്ചയിൽ താങ്കൾ പറഞ്ഞ വാചകം അതായിരുന്നു, വിരാട് കോഹ്ലിയിൽ നിന്ന് നമ്മൾ 30 അല്ല പ്രതീക്ഷിക്കുന്നത്, നമുക്ക് സെഞ്ചുറിയാണ് കോഹ്ലി തരികയും ചെയ്തു. അതാണ്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകൾ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. വെറുതെ നമ്മൾ ഫോം ഔട്ട് എന്ന് പറഞ്ഞോളൂ. അദ്ദേഹം ആ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ എനർജി, ഈവൻ നമ്മുടെ ഫീൽഡിംഗ് ആയിക്കോട്ടെ, വളരെയധികം എനർജി ആയിട്ടാണ് അദ്ദേഹം ഫീൽഡിൽ നിൽക്കുന്നത്. ഓരോ പന്തും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുമെന്ന രീതിയിലാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലി ബാക്കി എല്ലാ പ്ലേയേഴ്സിൽ നിന്നും മാറ്റി നമ്മൾ എപ്പോഴും നിർത്തുന്നത്. അദ്ദേഹത്തിന്റെ അഗ്രഷൻ, ഇപ്പൊ പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ ഹൈ ആണ്. പക്ഷെ ഏതൊരു ടീമിനെതിരെയാണെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രോച്ച് നമുക്കറിയാം. വ്യക്തമായ ധാരണയോടെ, വ്യക്തമായ പ്ലാനിലൂടെ അദ്ദേഹം ഇറങ്ങുന്നതാണ്. അദ്ദേഹത്തിന് പറ്റുന്നത് 100% ചെയ്യുക. അത് നമ്മൾ വിരാട് കോഹ്ലി നിന്ന് പലതവണ കാണാൻ പറ്റും. ഇന്ന് ഒരുപക്ഷെ കുറച്ചും കൂടെ അദ്ദേഹം, രോഹിത് ശർമ്മ ഔട്ട് ആയപ്പോൾ അദ്ദേഹം വരുമ്പോൾ കുറച്ചും കൂടെ കാമായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം മാച്ച് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞു, വന്ന പോസിറ്റീവ് ഇൻറ്റൻറ്റോടെ കളിക്കുക, റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക കറക്റ്റായിട്ട്. അത്തരത്തിലുള്ള വലിയ പ്ലാനുകൾ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചിട്ടുണ്ട്. ഗൗതം ഗംഭീർ, അദ്ദേഹം ഒരു പരിശീലകനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു മെന്റർ കൂടിയാണ്. അദ്ദേഹം പ്ലേയേഴ്സിനെ കറക്റ്റായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ തുടക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പാകിസ്ഥാനോ ആരോ ആയിക്കോട്ടെ, തുടക്കം ആ ഒരു പവർ പ്ലേ യൂസ് ചെയ്യുക. അദ്ദേഹത്തിന്റെ 2-3 ഷോട്ടുകൾ മതി ഒരുപക്ഷെ ആ ടീം എനർജി അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ. അത്തരത്തിലുള്ള ഒരു ഇന്റന്റ് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗിൽ നിന്ന് തുടങ്ങിയതാണ്. അത് കണ്ടിന്യൂ ചെയ്ത് വിരാട് കോഹ്ലി അദ്ദേഹം ഒരു 100 അർഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയതാണ്. ഇടയ്ക്ക് ഒരു വിഷമം എനിക്ക് തോന്നി, 100 കിട്ടുമോ എന്ന്. കാരണം ഇത്രയും വണ്ടർഫുൾ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് 100 നോട്ട് ഔട്ട് നിൽക്കുന്നതായിരുന്നു ഒരു ആഗ്രഹം. ആ ആഗ്രഹം ലോകമെമ്പാടുള്ള ആരാധകർ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്ക് വൈഡുകൾ ധാരാളമായി എറിയുന്നുണ്ടായിരുന്നു പാക് ബോളർമാർ. അത് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നുള്ളത്. എന്തായാലും ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന്